ഇപ്പൊ ഏതൊക്കെ ആർട്ടിസ്റ്റുകളുടെ ഹീറോസിന്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇത്രയും ഭാഷ എടുത്ത് നോക്കിയാൽ? അങ്ങനെ മലയാളത്തിൽ ഇപ്പോ ഓൾമോസ്റ്റ് ഇപ്പൊ മമ്മൂക്കയുടെ റോഷാക്കിൽ ചെയ്തിട്ടുണ്ട് ഒരു സീക്വൻസ്. അതുപോലെ ജയറാമന്റെ ലോനപ്പന്റെ മാമോദിസ, പിന്നെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, പിന്നെ സലീം കുമാർ ഡയറക്ട് ചെയ്ത ദൈവമേ കൈതൊഴാം കെ കുമാർ ആകണേ, അത് ജയറാമട്ടൻ തന്നെയാണ്. അതെ. പിന്നെ ചാക്കോസിന്റെ പത്മിനി, കുട്ടനാടൻ മാർപ്പാപ്പ, അങ്ങനെ രണ്ടുകൂടെ ചെയ്തത്. പിന്നെ നരേന്റെ പോലീസ് ജൂനിയർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് ഗോപിയുടെ അപ്പോത്തിഗിരി, ആസിഫലിന്റെ എല്ലാം ശരിയാവും, അസുരവിത്ത്. ഒരുവിധം ഹീറോസിന്റെ കൂടെ ലാലേട്ടന്റെ മാത്രം വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലാലേട്ടൻ, പൃഥ്വിരാജ്, അതുപോലെ ടൊവിനോ അവരുടെ വർക്ക് ചെയ്തിട്ടില്ല. ബാക്കി എല്ലാവരും ചെയ്തിട്ടുണ്ട്. അവസരം കിട്ടട്ടെ. അതെ. ശ്രീനാഥ് ബാസിയുടെ രണ്ടുപേരും ചെയ്തു. തമിഴിലോ? തമിഴില് ജിത്തൻ രമേഷിന്റെ ചെയ്തു. പിന്നെ അങ്ങാടിത്തൊരു മഹേഷ് എന്ന് പറയും, മഹേഷിന്റെ ചെയ്തു. പിന്നെ അതുപോലെ പാണ്ഡി എന്ന് പറഞ്ഞിട്ട് പസംഗ പറഞ്ഞ പടത്തിൽ പാണ്ഡി ആളുടെ ചെയ്തു. ന്യൂ ജനറേഷൻ ആർട്ടിസ്റ്റ്. ഈ റോഷാക്കിലെ ഇത് അതെ ആ ഒരു സീക്വൻസ് സീക്വൻസ് ആയിരുന്നു. നമുക്ക് ബാക്കിലേക്ക് ട്രാവൽ ചെയ്യുന്നതും ഓപ്പോസിറ്റ് ആസിഫലിയുടെ ആത്മാവ് വരുമ്പോഴുള്ള ഒരു സീക്വൻസ് ആണ്. അപ്പൊ ആദ്യമായിട്ടാണ് നമുക്ക് കാണുന്നത് വന്നായിരുന്നോ? മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യുന്ന അതിന് മുമ്പ് പരിചയം എവിടെയെങ്കിലും പരിചയം അല്ലെങ്കിൽ പല മീറ്റിങ്ങിന് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യുന്ന അവിടെ. എങ്ങനെയാണ് മമ്മൂക്കയുടെ കുറിച്ച് പറയാനാണെങ്കിൽ ആ ഒരു ഏറ്റവും സീനിയർ ആർട്ടിസ്റ്റ് മമ്മൂക്കയായതോടെ ഞാൻ ചോദിക്കാം, മമ്മൂക്കയായിട്ടുള്ള ആ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? മമ്മൂക്കയായിട്ട് കുഴപ്പമില്ല. പേടിയുണ്ടെന്ന് ചോദിക്കാനാണ്. നമ്മുടെ ഉള്ളിൽ ചെറിയ ഡൗട്ട് ഉണ്ടാവും. ഇനിയിപ്പോ എന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിക്കോ. നമുക്ക് വരുന്നതിന് മുമ്പേ നമ്മളത് അസിസ്റ്റന്റിനെ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് സ്പോട്ട് എഡിറ്റിംഗ് റെഡിയാക്കി വെച്ചിരുന്നു. എന്നിട്ട് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന റെഫറൻസ് കാണിച്ചിട്ടാണ് ചെയ്തത്. അത് കാരണം പ്രശ്നമില്ല. ആള് ഓക്കെ മാസ്റ്റർ ടൈപ്പ് പോലാന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഞാൻ മലയാളിയാണ്. അതാ ഞാൻ ചോദിച്ചാൽ എല്ലാവരുടെയും വിചാരം മാസ്റ്റർ എന്ന് പറയുമ്പോൾ തമിഴ് ഇതാണുള്ളത്.